എന്താ ദേവകി? നിങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരോട് എന്താ പറയാൻ പോകുന്നത്? നമ്മളെ കൊണ്ട് ഒരു 10 പവൻ മാത്രമേ തരാൻ കഴിയൂന്ന് പറയും. അതിനവര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങള് ഏറ്റെടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അവസാനം കാശിന് വേണ്ടി എങ്ങോട്ട് പോവും? എന്താ ഏട്ടാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ചെറുക്ക സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, കാണാനും തിരക്കേടില്ല. അവന്റെ വീട്ടുകാർ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമല്ലേ? ഈ ആവശ്യങ്ങളെല്ലാം തീർത്തു കൊടുക്കാൻ തയ്യാറായി എത്ര പെൺകുട്ടികളുടെ വീട്ടുകാരായിരിക്കും കാത്തു നിൽക്കുന്നത്? ദൈവകൃപ കൊണ്ട് നമ്മുടെ മോളെ ആ ചെറുക്കന് ഇഷ്ടപ്പെട്ടു പോയി. ലക്ഷ്മി ആ ചെറുക്കനും തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ആ ചെറുക്കന്റെ അമ്മയുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഇത് സമ്മതിക്കുന്നതല്ലേ നല്ലത്. നീ പറയുന്നതിലും കാര്യമുണ്ട്. ഇതിനേക്കാൾ നല്ലൊരു പയ്യനെ അവൾക്കിനിയും കിട്ടുമെന്ന് തോന്നില്ല. എങ്ങനെയെങ്കിലും അവർ ചോദിക്കുന്നത് കൊടുത്ത് ഈ കല്യാണം നടത്താൻ ശ്രമിക്കാം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു നടക്കുന്ന നാട്ടുകാരുടെ വായടപ്പിക്കാൻ ഇതിലും നല്ലൊരവസരം നമുക്ക് കിട്ടില്ല. ലക്ഷ്മിയുടെ ഭാവിയാണ് നമുക്ക് ഏറ്റവും വലുത്. അവർ ചോദിക്കുന്നത് പോലെ കൊടുക്കാമെന്ന് നമുക്കങ്ങോട്ട് സമ്മതിക്കാം. ചേട്ടൻ വാ, നടക്ക്. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സമ്മതമാണ്. അപ്പോ ഇനി നല്ല മുഹൂർത്തം നോക്കി നിശ്ചയം നടത്തിയാ പോരെ? വരുന്ന വെള്ളിയാഴ്ച നല്ലൊരു മുഹൂർത്തമുണ്ട്. അന്ന് നിശ്ചയം നടത്തിയാലോ? ശരി, നടത്താം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അത് കഴിച്ചിട്ട് പോയ പോരെ? ഇന്ന് വേണ്ട, നിശ്ചയത്തിന്റെ അന്ന് വലിയൊരു സദ്യ തന്നെ ആയിക്കോട്ടെ. അത് ശരിയാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, അവിടെ വരെ ഞാനും വരാം. വാ. എന്നാ നമുക്കും കൂടെ പോവാം. ശരി, പോട്ടെ. എന്താ ചേച്ചി, ഞാൻ കാരണം കല്യാണം മുടങ്ങിപ്പോവെന്ന് വിചാരിച്ചോ? ഇല്ല മോളെ, നീ കാരണം എനിക്കെന്നും നല്ലതേ സംഭവിക്കൂ.